സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു നന്നായി, രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു നന്നായി. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങൾക്ക് വാഴകല്ലാതുള്ളത് മനസ്സിലായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിൽ അവസ്ഥയിൽ എങ്ങനെ ഒരു മാറ്റം വരണം? അത് മാറ്റം വരണോ വരണ്ടേ, എങ്ങനെയാണ് വരേണ്ടത് ഇതെല്ലാം ഞങ്ങൾ ആലോചിച്ച സമയത്ത് പ്രഖ്യാപിക്കും. സാധാരണ എങ്ങനെയാണല്ലോ പണ്ടൊക്കെ. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെ ഒന്നും ഉറച്ചിട്ടില്ലല്ലോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രഖ്യാപിക്കേണ്ടതില്ലല്ലോ. ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു പെർഫോമൻസിനെ എങ്ങനെ കാണുമോ? കേന്ദ്ര സർക്കാരിന്റെ ഇപ്പം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഒരു പെർഫോമൻസ് എങ്ങനെ കാണുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞ് വാക്ക് വെറുതെ ആക്കുന്നില്ല. ഓരോ സന്ദർഭം നോക്കി ആ സമയത്ത് ഞങ്ങൾ പറയേണ്ടതാണെങ്കിൽ പറയും. രാജ്യത്ത് പലയിടത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വേട്ടകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടുള്ളൊരു നിലപാട് എന്താണ്? ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാർ എടുക്കാനും ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. അല്ലാതെ അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നയവും ഞങ്ങളുടെ രീതിയും ഇതാണ്. ഗവൺമെൻറ്റിനോട് പറയേണ്ടത് ഗവൺമെൻറ്റിനോട് പറയും, ജനങ്ങളോട് പറയേണ്ടത് ജനങ്ങളോട് പറയും. തക്ക സമയത്ത് പറയുക എന്നതാണ്. അതിന് മുമ്പായിട്ട് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അതൊന്നും എന്തെങ്കിലും നിങ്ങൾ ചോദിക്കേണ്ടതുള്ളവർക്ക് നിങ്ങൾ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ പെട്ടല്ലോ അത്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലേ, മാറ്റം വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആളുകൾ ഉദ്ദേശമായി തന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ഞങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ പിന്നീട് ആലോചിച്ച് പ്രഖ്യാപിക്കും. പൗരത്വ നിയമം നടപ്പാക്കുമെന്ന് വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. എന്താണ് അതിനോട്? അതാ പറഞ്ഞിട്ട് പൗരത്വ നിയമത്തിൻ്റെ പറഞ്ഞ നിലപാട് മാറ്റമല്ല എനിക്ക്. കോടതിയിലും അല്ലാതെയും എല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ നമ്മുടെ നിലപാട് വിവരിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അവിടെ നിലവിലുണ്ട്. ഇനി പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ല.